ഹല്ലേലൂയ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് പുനരുദ്ധാനത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. മനുഷ്യ ജീവിതത്തിനകത്ത് എപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. മനുഷ്യൻ നമ്മളെ ഏത് സമയവും മറന്നുപോകും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്ത നന്മ പ്രവൃത്തികൾ പോലും മനുഷ്യൻ മറന്നുപോകും. ചിലപ്പോൾ നമ്മുടെ ചില ദുർഘട ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ചില മനുഷ്യനിൽ പ്രതീക്ഷിക്കും. കാരണം അവർ ചിലപ്പോൾ നമ്മളെ സഹായിക്കുമായിരിക്കും, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് വേണ്ടി കരുതുമായിരിക്കും. എന്നാൽ 90% നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു പോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്നും ചിലപ്പോൾ മനുഷ്യനിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടെന്ന് വരത്തില്ല. ചിലപ്പോൾ നമ്മളെ ജീവിതത്തിനകത്ത് ചെയ്ത അനേക നന്മകൾ നമ്മൾ തന്നെ ഓർക്കും. നമ്മൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ ഉപവസിച്ചവരായിരിക്കാം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം. പക്ഷേ നമ്മളവരെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നപ്പോൾ നമ്മളവരെ പോയി കണ്ടതായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനകത്തൂടെ പോവും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അകത്തൂടെ ചില ദർശനങ്ങൾ കാണും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ അവരാരും നമ്മളെ എന്ത് ചെയ്യുന്നു വരത്തില്ല, ഓർക്കണമെന്നില്ല. അവർ നമ്മളെ മറന്നുപോകും. അവർ മറന്നുപോയാലും മറക്കാത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലുത് അറിയേണ്ടത്, മനുഷ്യൻ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. നമ്മുടെ ആശ്രയം എപ്പോഴും ആരിൽ ആശ്രയം വെച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. ഈ ലോകത്തിനകത്ത് പല സാഹചര്യങ്ങളിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം നമ്മുടെ ജീവിതം ചിലപ്പോൾ കരുവ് പിടിപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറേ ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു പ്രതീക്ഷ വരണം. എൻ്റെ കൂടെ ഉണ്ടോ? നമ്മുടെ ഒരു സാഹചര്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശക്തി കൊണ്ട് നമുക്കൊരു കാര്യം അറിയാം. പക്ഷേ അതിനേക്കാൾ ഉപരി സൃഷ്ടാവിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി വെളിപ്പെട്ടാൽ, അവൻ്റെ ഇഷ്ടം വെളിപ്പെട്ടാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറിപ്പോകും. അപ്പോൾ ദൈവത്തിന് ആരോട് പ്രസാദം തോന്നണം? ദൈവത്തിന് നമ്മളോട് മനസ്സലിവ് തോന്നണം. ദൈവത്തിൻ്റെ മനസ്സലിവിനകത്ത് ഒരാൾ വരുമ്പോഴാണ് ദൈവം അവനെ ഉയർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ദൈവം ഒരാളെ ഉയർത്താൻ നിർത്തുമ്പോൾ സാഹചര്യങ്ങൾ ദൈവത്തിന് വിഷയമല്ല. ഇന്ന് പകലിൽ പറയണം, നിൻ്റെ കുലം വിഷയമല്ല, നിൻ്റെ വിദ്യാഭ്യാസം വിഷയമല്ല, നിൻ്റെ ഒരു കാര്യം വിഷയമല്ല. ദൈവത്തിൻ്റെ വിഷയത്തിനകം ദൈവത്തിൽ നീ നിൽക്കുന്നോ എന്ന് ദൈവം തമ്പുരാൻ നോക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം ഒരു വാഗ്ദത്തം ദൈവം നമ്മുടെ മേൽ ഇടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മേൽ ദൈവം അയക്കുക തന്നെ ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും അറിയണം, സഹോദരന്മാർ നമ്മളെ മറന്നുപോയാലും മറക്കാത്ത ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തറിയണം, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മളെ കരുതുന്ന, നമ്മളെ നടത്തുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നമ്മുടെ ജീവിതത്തിനകത്ത് അപ്പോൾ നമ്മുടെ ഈ വിശ്വാസത്തിനകത്ത് വരുമ്പോൾ നമ്മൾ അറിയണം, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം അനുസരിച്ചാണ് നമ്മുടെ മേൽ പ്രവർത്തികൾ വെളിപ്പെടുന്നത്. നമ്മുടെ ആശ്രയം ആരിലേക്ക് വരണം? ദൈവത്തിലേക്ക് വരണം. ചിലപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഓക്കെ. വിദേശത്തുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ വിദേശത്ത് കൊണ്ടൊരു ജോലി മേടിച്ചു തരുന്നു, ഓക്കെ, സമ്മതമാണ്. പക്ഷെ എൻ്റെ ആശ്രയം ആരിലേ പാടുള്ളൂ? വ്യത്യാസം ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ മനുഷ്യൻ പറയുമോ, ഇപ്പോൾ അവിടെ ക്ഷാമകാലമാണ്, അതുകൊണ്ട് ജോലിക്ക് സാധ്യത കുറവാണ്. പക്ഷെ പറയാത്ത ഒരുവനുണ്ട്, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ ആരിലേക്ക് നമ്മൾ വരണം? ദൈവത്തിലേക്ക് വരണം. ദൈവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എങ്ങനെ വരണമെന്ന് ഇന്ന് പകലിലാകുന്ന അറിയുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്നിൽ
എന്നിൽ വസിപ്പിൻ, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അതിന്റെ 5ാമത്തെ വാക്യം കൂടെ, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ. യേശു കർത്താവ് പറഞ്ഞു വയ്ക്കുക, നിങ്ങൾ ആരിൽ വരണമെന്ന് പറയുക, നിങ്ങളുടെ ആശ്രയം ആരിൽ വരണമെന്ന് പറയുക, നിങ്ങളെ മുൻനിർത്തുന്ന ആരെ കാണണമെന്ന് പറയുക. ഈ ഭൂമിയിലുള്ള ഏതിനേക്കാളും വലുതായി കാണേണ്ട ആരിലായിരിക്കണം. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആരുമായിട്ടായിരിക്കണം. ഹലോ, വീട്ടിൽ അപ്പനും മക്കളും തമ്മിൽ അധികം സംസാരിക്കും. കൂട്ടുകാരുമായിട്ട് അധികം സംസാരിക്കത്തില്ലയോ? സംസാരിക്കും. എന്നാൽ ദൈവം പറയുന്ന വാക്കിൽ എന്നിൽ വസിച്ചാൽ ആരുടെ ശബ്ദം കേൾക്കാം? പിടികിട്ടി? ഇവിടെ പറയുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. നിങ്ങൾ ഫലത്തിൽ വരണമെങ്കിൽ ആരിൽ വരണം? അങ്ങനെ ഫലത്തിൽ എത്ര പേര് വരുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് വിചിന്തനം ചെയ്ത് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥന നോക്കുമ്പോൾ ഇനി ഉച്ചയ്ക്ക് വന്നാൽ കഴിക്കാനുള്ള കഞ്ഞിയുടെ കാര്യം എന്നെ അളക്കും. ഇന്നാ പിന്നെ അതങ്ങ് വെച്ചേക്കാം, ഇന്ന് ഇച്ചിരി ടേസ്റ്റായിട്ടുള്ള കറിയും വെച്ചേക്കാം. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഏകദേശം 10 മണിയായി. ഇനി സാരമില്ല, ഇച്ചിരൂടാട്ടെ, കുളിയെല്ലാം കഴിഞ്ഞ് ഒരു 11 മണിയാകുമ്പോൾ പയ്യെ ഒത്തിച്ചാടി ചർച്ച് വന്നു. നിങ്ങളിൽ ആരിലാണ് വസിക്കുന്നത്? നിങ്ങൾ മുന്നവേ ഒരുക്കമുള്ളതാണെങ്കിൽ തലേ രാത്രിയിലെ നിങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുന്നുണ്ട്. ആര് കാണുന്നുണ്ട്? ഇതാ നിങ്ങൾ അറിയണ്ടേ. വിടുതലും അത്ഭുതവും ഒക്കെ കാണുമ്പോൾ നിങ്ങളെങ്ങനെ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടുന്നുവോ ആര് നോക്കുന്നു? ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യവുമില്ല. ഇവിടെ കർത്താവ് പറയുക, ആരിൽ വസിച്ചാൽ ഇത് വരുവുള്ളൂ. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങളുടെ തീരുമാനത്തിന് മാറ്റം ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും മുന്നിൽ എവിടേക്ക് പോകാൻ ആഗ്രഹിക്കും? ഈ കറി വെക്കുന്നോ കഞ്ഞിക്കലം വെക്കുന്നോ അല്ല വിഷയം. ആരെ ആരാധിക്കാൻ വരുന്നു? മക്കളെ, ഇന്നൊരു കാര്യം ചെയ്യും, താമസിച്ചു പോയി അമ്മ എഴുന്നേക്കാൻ. ഇന്നൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ആരിൽ വസിച്ചാലേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളെന്നെ ഒന്നും സംസാരിക്കാതിരിക്കുന്നേ? ദൈവത്തിൻ്റെ കരുതലാണ് ഞാൻ ഈ പറയുന്നേ. ദൈവത്തിൻ്റെ കരുതൽ എന്നിൽ വെളിപ്പെടുമ്പോൾ ഞാൻ ദൈവത്തിൽ വസിക്കുന്നു പറയുമ്പോൾ ഇവിടെ പറയുന്നു, എന്നിൽ വസിപ്പീൻ. ആരോട് ആദ്യം പറയുന്നേ? നിന്നിൽ വസിക്കാമെന്നല്ല ദൈവം ആദ്യം പറഞ്ഞത്. ആരിൽ വസിക്കാനാ പറഞ്ഞേ? നീ എന്നിൽ വസിപ്പീൻ. റൂട്ട് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഞാൻ നിന്റെ കൂടെ അങ്ങോട്ട് വസിച്ചേക്കാം, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. അങ്ങനെയാണ് ദൈവം പറയുന്നത്. ആദ്യം ദൈവം പറയുന്നു, എന്നിൽ ആര് വസിക്കണം? നീ വസിക്കണം. എന്നിട്ട് പറയും, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അപ്പൊ ആദ്യം സ്റ്റെപ്പ് വെക്കണം? ദൈവപ്രസാദമുണ്ടാണ് ആര് വരണം? നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെ നിൽക്കുന്നോ അതിലേക്കാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഇവിടെ പറയുന്നത്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പാ. എന്നിട്ട് പറയും, കൊമ്പിന് വായിച്ചു, വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കായ്പാൻ കഴിയത്തില്ല. എന്നിട്ട് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അവൻ അനുഗ്രഹിക്കപ്പെടും. അവന്റെ യാതൊരു ചിന്തകളും അതിനകത്ത് അറിയണ്ട. ആരിൽ വസിച്ചാൽ നിന്റെ ഭാവി ദൈവസന്നിധി സുരക്ഷിതമാകും. ദേശത്ത് ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ നിങ്ങൾ അറിയണം.
പഴയ നിയമത്തിൽ ദാവീദിന്റെ സഹോദരന്മാർ മുഴുവൻ നിൽക്കെ ദൈവം അഭിഷിക്തനെ അയച്ചു, തൈലക്കൊമ്പുമായി ചെന്നു, ദാവീദിനെ അവിടെ അഭിഷേകം ചെയ്തു. വ്യത്യാസം വല്ല ഉണ്ടായിരുന്നോ? ദൈവം ദാവീദിനോട് കൂടെ ഇരുന്നു. ദാവീദിനെ രാജാവാക്കി ദൈവം മാറ്റി. ദൈവത്തിൻ്റെ അഭിഷേകവും ദൈവത്തിൻ്റെ കരവും കൂടെ ചലിക്കപ്പെടാൻ തുടങ്ങിയാൽ നിന്റെ സഹോദരന്മാരെക്കാൾ മേൽത്തരമായി ദൈവം തമ്പുരാൻ നിന്നെ മാറ്റും. ഒരനുഗ്രഹത്തിലേക്ക് പോകണമെങ്കിൽ, ഒരു ഉയർച്ചയിലേക്ക് പോകണമെങ്കിൽ ആരിൽ വസിക്കണം? ദൈവത്തിൽ വസിക്കണം. വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്തു. ദൈവത്തിൽ വസിക്കുന്നവൻ ഫലത്തിലേക്ക് ദൈവം കൊണ്ടുവരും. അവൻ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ടവൻ. എബ്രായ ലേഖനം എടുത്തേ, എബ്രായ ലേഖനം 13-ാം അധ്യായം 5-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ. ദൈവം പറയുന്നു, നിനക്ക് എന്തിനോട്? മറ്റൊന്നിനോടും. ഏതിലേക്ക് വരണമെന്ന് പറയുന്നു? ചിലതിലേക്ക് ഞാൻ മാറിപ്പോവുക, എൻ്റെ ആഗ്രഹം അതിലേക്ക് മാറുക. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങളുടെ നടപ്പ് ആരിൽ ആയിരിക്കണമെന്നാ പറയുന്നേ? നിങ്ങൾ ആരിൽ വസിക്കാൻ പറഞ്ഞു? ആര് നിങ്ങളുടെ നടത്തിപ്പ് ഏറ്റെടുത്തു? ദൈവത്തിൽ. അപ്പം ആര് ആത്മാവ് എൻ്റെ മേലുണ്ട്? പിന്നെ ഞാൻ വിചാരപ്പെടേണ്ട ആവശ്യമുണ്ടോ? സകലത്തെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം എൻ്റെ കൂടെ നിൽക്കുക. ഇവിടെ പറയുന്നു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തു. അപ്പൊ പ്രതിസന്ധി വന്നാൽ ആര് കരുതിക്കോളും? സിംഹത്തിന്റെ കുഴി കളഞ്ഞാലും ആര് കരുതിക്കോളും? കാരാഗ്രഹത്തിൽ വിട്ടാലും ആര് കരുതിക്കോളും? തീച്ചൂളയ്ക്കകത്ത് വലിച്ചെറിഞ്ഞാലും ആര് കരുതിക്കോളും? ഈ കരുതൽ വരണമെങ്കിൽ എവിടെ വസിക്കാൻ പറയുന്നു? ദൈവത്തിൽ വസിക്കണം. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കണം. ഇവിടെ പറയുക, എന്നിട്ട് പറയാം 6-ാമത്തെ വാക്യം പറയുന്നു, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? ആകയാൽ കർത്താവ് എനിക്ക് തുണ ആണേ. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഞാൻ ആരെയാ പേടിക്കാൻ നിൽക്കുന്നേ? ആരെയാണ് എന്നെ പേടിപ്പിക്കാൻ നിൽക്കുന്നേ? മനുഷ്യനാ. നിന്നെ കാണിച്ച് പേടിപ്പിക്കുന്നതിന് പുറകെ മുഴുവൻ നിൽക്കുന്ന ആരാ? മനുഷ്യനാ. എന്നാ സൃഷ്ടാവ് എനിക്ക് അനുകൂലമാ. ഫറവോന്റെ സൈന്യം വരുക. ആരാൽ നടത്തപ്പെടുന്നു? മോശ ജനത്തെ നടത്തുന്നു. ആരുടെ നടത്തിപ്പിന്റെ അവകാശം ആരുടെ മേല? ദൈവത്തിൻ്റെതാ. അവരെ അഗ്നിത്തൂണുകളും ഒക്കെ ആയിട്ട് നടത്തുന്നു, ഭക്ഷണങ്ങൾ കൊടുക്കുക, എല്ലാം കൊടുക്കുന്നു. ഇവർ നിൽക്കുന്ന ചെങ്കടലിന്റെ മുന്നിലാ. മോശ നിന്ന് നിലവിളിക്കാൻ തുടങ്ങി ദൈവത്തോട്. ദൈവം ചോദിക്കുന്നു, മോശേ നീ നിലവിളിക്കുന്നത് എന്ത്? നീ എന്ത് ചെയ്യാൻ പറഞ്ഞു? നീ മുൻപോട്ട് പോകുക. നീ ഇന്ന് ഭയപ്പെടുന്ന വിഷയം നിനക്കൊരു വിഷയമല്ല മാറും. ആരിൽ ആശ്രയം വെച്ചാൽ നീ ഇന്ന് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന, നീ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിനക്ക് വിഷയമല്ലാതെ മാറണമെന്ന് വരികിൽ നീ അവനിലും അവൻ നിന്നിലും വസിക്കാൻ റെഡിയാകണം. നിനക്കെതിരായി വരുന്ന ശബ്ദം ആരുടെ ശബ്ദം? മനുഷ്യന്റെ ശബ്ദം. നിനക്ക് തുണയായി വരുന്ന ശബ്ദം ആരുടെ ശബ്ദം? ദൈവത്തിന്റെ ശബ്ദം. ഇവിടെ പറയുന്നു, ആകയാൽ എനിക്ക് കർത്താവ് ഉണ്ടോ? ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാന്നാ ചോദിക്കുന്നേ? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഇന്ന് മനുഷ്യനിലല്ല ഭയപ്പെടേണ്ടത്, ഭയപ്പെടുവാനുള്ളത് ഒരുവനിൽ മാത്രം.
ആശ്രയം വെക്കേണ്ടത് ദൈവത്തിൽ. ഞാൻ ഇന്നും പറയുന്നു, നിങ്ങളുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമായി മാറണം. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, പത്രോസിനൊരു ശൂന്യമായ പടകുണ്ടെങ്കിൽ കർത്താവിനൊരു നിറയ്ക്കുന്ന പടകുമുണ്ട്. പത്രോസ് മാനുഷികമായി നോക്കിയാൽ ശൂന്യമായ പടകാണെങ്കിൽ അതിനെ നിറയ്ക്കാൻ അറിയുന്ന ഒരു കർത്താവ് പത്രോസിനുണ്ട്. മനുഷ്യന് പത്രോസിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാമെങ്കിൽ കാരാഗ്രഹത്തിന്റെ വാതിലുകളെ തുറക്കുന്ന ഒരു നാഥൻ നിനക്കുണ്ട്. ഒരു കൽപ്പനയുടെ പുറത്ത് സിംഹത്തിന്റെ കുഴി ദാനിയേലിനെ കളയാമെങ്കിൽ സിംഹത്തിന്റെ വായ അടയ്ക്കുന്ന ഒരു ദൂതനുമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണോ അതുപോലെ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. യേശു പറയുന്നു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം. അപ്പൊ എവിടെ വസിക്കണമെന്ന് പറഞ്ഞു? വചനത്തിൽ എന്ത് ചെയ്യണം? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം എഴുതി നിങ്ങൾ അടിവരയിട്ട് വെച്ചാൽ മതി, എഴുതിയെടുത്താൽ മതി, വായിച്ചാൽ മതി. ഇതിനെ തന്നെ പറയുന്നുണ്ട്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. അപ്പൊ യേശു പറയും, വചനം പ്രമാണിക്കുന്നവനെ ആര് സ്നേഹിക്കും? പിതാവ് സ്നേഹിക്കുന്ന സൃഷ്ടാവ് നിന്നെ സ്നേഹിക്കും. എന്നിട്ട് പറയുക, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ എന്നോടുകൂടെ ആര് വസിക്കും? ഈ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, ഈ വചനത്തെ കാക്കുന്നുവെങ്കിൽ ആര് കൂടെ വസിക്കും? ഈ ആത്മാവിൻ്റെ കൂടെ വരുക. എന്നിട്ട് പറഞ്ഞു, അപ്പൊ പൗലോസ് പറയും, എന്നെ ശക്തനാക്കുന്നു മുഖാന്തരം. കണ്ടോ, ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മുകളിൽ അത്ഭുതം നടക്കുവാൻ കാരണം ഞാൻ ആരിൽ വസിക്കുന്നത് കൊണ്ട്. യേശുവിൽ വസിക്കുന്നുണ്ട്, യേശു എന്നിലും വസിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്തിൽ വരണം? ഞാൻ വചനത്തെ പ്രമാണിക്കുന്നവനായി മാറണം. ദൈവത്തിന്റെ ഹിതത്തിൽ മാറുന്നവരായി മാറണം. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുറപ്പാട് പുസ്തകത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ വാക്യം. എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഇവിടെ പറയുക, അതിനവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിലോ? പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുക. പഴയ നിയമത്തിൽ പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഇന്ന് സ്വസ്ഥത ഇല്ലെങ്കിൽ സ്വസ്ഥത വരുത്തുക തന്നെ ചെയ്യും. ആരിൽ വസിച്ചാൽ? യേശുവിൽ വസിച്ചാൽ. എന്നിട്ട് പറയുക 15-ാമത്തെ വാക്യം. അവൻ അവനോട് തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. കണ്ടോ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. സാന്നിധ്യം നിന്റെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ സിംഹത്തിന്റെ കുഴിയിൽ വീണാൽ നീ അത്ഭുതമാണ്. സാന്നിധ്യം നിന്റെ കൂടെ ഇരിപ്പുണ്ടെങ്കിൽ നീ ഒരു എക്സാം ഹോളിനകത്ത് അത്ഭുതമാണ്. നിന്റെ തലമുറയുടെ ഭാവി പോലും സുരക്ഷിതമാണ് സാന്നിധ്യം കൂടെ ഇരുന്നാൽ. സാന്നിധ്യം ആരുടെ കൂടെ വ്യാപരിക്കുന്നുവോ, സാന്നിധ്യം ആരനുഭവിക്കുന്നുവോ, ദൈവാത്മാവ് ആരെ വഴി നടത്തുന്നോ അവർ ആരാന്ന് പറയുക? ദൈവത്തിൻ്റെ മക്കളാ. ആത്മാവ് നടത്തുക. ഇന്ന് വളരെ ചിന്തിച്ചോണം. അടുത്ത ആഴ്ച ഞാനത് എടുക്കും. ഞാനത് തുടർന്ന് വെക്കുന്നേ ഉള്ളൂ, ഇവിടുന്ന് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ആത്മാവ് എന്നെ നടത്തിയ ഞാൻ ആരുടെ മകനാ? ഹലോ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. കരുതൽ എവിടുന്ന് വരും?
എൻ്റെ കരുതലുകൾ ആകാശവും ഭൂമി സൃഷ്ടിച്ചവരെന്ന് വരുന്നു. മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ഇസ്രായേൽ ജനത്തെ ദൈവം വിടുവിക്കുന്നു. അവർക്കുള്ള കരുതൽ എവിടുന്നാ വരുന്നേ? അവരെവിടെയെങ്കിലും വഴി സൈഡിൽ മരുഭൂമി ചെന്ന് ചെമ്പും കപ്പയും എടുത്ത് പുഴുങ്ങിയതിന് വാക്ക് കേൾക്കുന്നുണ്ടോ? അവർക്ക് തക്ക സമയത്ത് ബലത്തെ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, നീ ദൈവമകനാണെങ്കിൽ ദൈവമകളാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും നീയും നിന്റെ തലമുറയും വിചാരപ്പെടേണ്ട വരത്തില്ല. ഹല്ലേലൂയ. ഇന്ന് അവൻ്റെ വചനത്തെ പ്രമാണിക്കാൻ ആണ് നിലനിൽക്കുന്നവരിൽ, അവൻ ദൈവസന്നിധിയിൽ ആത്മാവിനകത്ത് ആരാധിക്കുന്നവരിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നിന്റെ ഒരു കരുതൽ വരാൻ പോകുന്നു സ്വർഗത്തിൽ നിന്ന്. ഇന്ന് ചില വിഷയത്തിന്റെ മുകളിൽ നീ ഭാരപ്പെടേണ്ട വന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നിന്നെ ശക്തീകരിക്കുന്ന, അതുകൊണ്ട് പറയുന്ന എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുമെന്ന് പറയുന്നതിന്റെ കാരണം എന്റെ കൂടെ വസിക്കുന്നവരിൽ ഉള്ള വിശ്വാസമാണ്. ഇവിടെ പറയുക, അയക്കാം, പോകാം, പക്ഷേ എന്റെ കൂടെ ആര് വരണം? എൻ്റെ കൂടെ അങ്ങുണ്ടെങ്കിൽ എന്നെ ധൈര്യത്തോടെ അയച്ചു, ഞാനൊരു ജയമായി മാറും. പഴയ നിയമത്തിൽ മുഴുവൻ നോക്കി യോശുവ പറയുന്നു, യോശുവയുടെ കൂടെ ദൈവം നിന്നപ്പോ സൂര്യൻ അസ്തമിക്കാതെ നിന്നു കൊടുത്തു. ഒരു മനുഷ്യന് വേണ്ടി നിന്നെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞോ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. വഴി അടയുമെന്നല്ല പറയുന്നത്, അടഞ്ഞ വഴിയെ തുറക്കുന്നവനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നവനെ ഞാൻ പ്രസംഗിക്കുന്നത്. നിന്റെ നിന്നെ വിടാത്ത ഒരുവനെ ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് പകൽ പറയാ, ആ നാഥൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മതിൽ എനിക്ക് ചാടി കടക്കാൻ പറയോ, ഈ പ്രതിസന്ധി എനിക്ക് ജയിക്കാൻ പറ്റും, എന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ റിലീസിംഗ് ഉണ്ടാകും. ഇന്ന് പറയും, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും, എന്റെ ദൈവം എനിക്ക് തുണയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ 100 പ്രവചനങ്ങൾ നിന്നെ കുറിച്ച് പറയും, ഇവന്റെ തലമുറ രക്ഷപ്പെടത്തില്ല. എഴുതി വെക്കുക തലമുറയെ കുറിച്ച്. ആമീൻ. പഴയ തലമുറകൾ തൊട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ സ്വർഗം പറയുന്നു, നീ എന്നാൽ അനുഗ്രഹമായി മാറും. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, ശാപമല്ല വിളിച്ചു പറയുന്നത്, അനുഗ്രഹമാ. ഇന്ന് പകൽ ശ്യാമകാലത്ത് 100 മേനി കൊയ്യുന്നവരെ കുറിച്ച് ആത്മാവിനകത്ത് വിളിച്ചു പറയുന്നത്. ഇന്ന് പകൽ വചനത്തിൽ നിലനിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് ഇവിടെ വചനത്തെ പറയുന്നു. എന്താ പറയുന്നത്? ഇത് വായിച്ച എത്രയായിരുന്നു? 14 വായിച്ചു. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി. ഞാൻ നിനക്ക് സ്വസ്ഥത വരുമെന്ന് പറഞ്ഞു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. സാന്നിധ്യം എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യരുത്? അങ്ങന്റെ കൂടെ വരുന്നില്ലെങ്കിൽ എക്സാം ഹോളിൽ എന്നെ കൊണ്ടിരുത്തല്ല്. അങ്ങയുടെ സാന്നിധ്യം എന്റെ കൂടെ ഇല്ലെങ്കിൽ എന്നെ പുൽപ്പറ്റി നിർത്തല്ല്. അങ്ങനെ സാന്നിധ്യമില്ലെങ്കിൽ എൻ്റെ ഹിതപ്രകാരം ഞാൻ പ്രസംഗിക്കും, അല്ലേ? ഞാൻ എവിടുത്തെ നോളജ് ആയിരിക്കും പ്രസംഗിക്കുന്നത്? ഞാൻ പഠിച്ച നോളജ്, ഞാൻ കേട്ട് പഠിച്ച, ബൈബിൾ കോളേജിൽ പഠിച്ചതോ എവിടെ പഠിച്ചോ ആ നോളജ് ആയിരിക്കും ഞാൻ പ്രസംഗിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ ആത്മാവ് കൂടെ ഉണ്ടെങ്കിൽ, ആത്മസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ അമ്മ ആര് ശബ്ദിക്കും? ദൈവാത്മാവ് വെളിപ്പെടുത്തും. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മ ഈ ഉൽപ്പത്തി പുസ്തകം എടുത്തേ, അത് വെളിപ്പെട്ട ഒരാളെ കൂടെ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 വാക്യം. യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ, ഇവിടെ നോക്കിക്കോണം, യോസഫിന്റെ കൂടെ യോസഫിന് ആരാ ദർശനം കിട്ടി? ഒത്തിരി സമയം കടന്നുകൊണ്ട് ഞാൻ ഷോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത്, കാരണം നമുക്കിത് അറിയാവുന്ന. യോസഫിന് ദർശനം കൊടുക്കുന്ന ആരാ? സ്വർഗമാ കൊടുക്കുന്നേ. സഹോദരന്മാർക്ക് കൊടുക്കാതിരുന്ന ഒരു ദർശനം കൊടുത്തപ്പോ സഹോദരന്മാർക്ക് ഇവനോട് പിണക്കമായി. ഇവനെ അവരെവിടെ കളഞ്ഞു? പൊട്ടക്കിണറ്റി കളഞ്ഞു. അതിനുശേഷം അവൻ 31 1 തൊട്ട് വായിച്ചു.
എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി മിസ്രൈമിൽ കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മാല്യരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായ അകമ്പടി നായകനായ പൊത്തിഫർ എന്ന ഒരു മിസ്രൈമൻ അവനെ വിലക്ക് മേടിച്ചു. യഹോവ യോസഫിനോട് കൂടെ ഇവിടെ നോക്കി ആര് കൂടെ ഉണ്ട്? ദൈവം അനുകൂലമാണോ പ്രതികൂലമാണോ? ഇപ്പൊ യോസഫ് നിൽക്കുന്ന എവിടെയാ? നിങ്ങളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. യോസഫിന്റെ കൂടെ ആരുണ്ടെന്ന് പറഞ്ഞു? ദൈവമുണ്ട്. പക്ഷെ യോസഫ് പോയി നിൽക്കുന്ന അനുഭവം നോക്കിയേ. സഹോദരന്മാരാൽ പൊട്ടക്കിണറ്റിൽ പോയി, അവിടുന്ന് അവനെ എടുത്തു വിറ്റ് കളഞ്ഞു, കണ്ടോ? പക്ഷെ ആര് കൂടെ ഉണ്ടെന്ന് പറയുന്നു? ഈ ആത്മാവിനെ നീ കെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിന്റെ കൂടെയുള്ള ദൈവത്തെ എന്ത് ചെയ്യരുത്? കെടുത്തിക്കളി. ഇവിടെ പറയുന്നത് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി, അവന് സന്തോഷമായി. ആരുടെ കൂടെയുണ്ട്? ദൈവം കൂടെയുണ്ട്. മിസ്രൈമനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുമെന്നും അവന്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവൻ അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കൈയിൽ ഏൽപ്പിച്ചു. അവൻ തന്റെ വീടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. ആര് മുഖാന്തരം വീട് അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി? ഇന്ന് പകലറിഞ്ഞോണം, ദൈവാത്മാവ് നടത്തുന്നവരുടെ കൂടെ ഒരു അനുഗ്രഹം ഉണ്ടാവും. പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് ഒരു വ്യക്തിയുടെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ, മോശയുടെ കൂടെ ദൈവാത്മാവ് പറയുന്നു, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്യരുത്? അയക്കല്ല്. ആരുടെ കൂടെ ഇരുന്ന പോലെ? യോശുവ പറയും, ആരുടെ കൂടെ ഇരുന്ന പോലെ? മോശയുടെ കൂടെ ഇരുന്നത് പോലെ എൻ്റെ കൂടെ ഇരിക്കണം. അപ്പൊ ദൈവാത്മാവിന്റെ നടത്തിപ്പ് ആര് കണ്ടതാ? യോശുവ കണ്ടതാ. ദൈവത്തിന്റെ പ്രവൃത്തിയും കണ്ടതാ. അതുകൊണ്ട് പറയാ, അങ്ങ് സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇവിടെ യോസഫിലേക്ക് വന്ന് യോസഫിന്റെ കൂടെ ആരുടെ സാന്നിധ്യം നിൽക്കുക? ഇന്ന് പകല് നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ കൂടെ ദൈവ സാന്നിധ്യം നിൽക്കുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്നതിനകത്ത് മുഴുവൻ ഒരു ബ്ലെസ്സിങ് വരാൻ തുടങ്ങും. നിന്റെ പ്രവൃത്തിയിൽ ഒരു അനുഗ്രഹം വരാൻ തുടങ്ങും. എത്ര പേര് വിശ്വാസത്തോടെ? അതുകൊണ്ട് ഇവിടെ യോസേപ്പിൻ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോണം, യോസഫിന് അനുഗ്രഹം വന്നിട്ടുണ്ടോ? അല്ലോ, എൻ്റെ കൂടെ നിന്ന് വന്നേ. യോസഫിന് അനുഗ്രഹം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ആർക്കാ വന്നേക്കുന്നേ? ഇവൻ കയറി നിൽക്കുന്നിടത്തൊരു അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുക. ഇവന് എവിടെ വസിക്കുന്നോ അവിടെ ഒരു അനുഗ്രഹം വന്നുകൊണ്ടിരിക്കുക. ആരുടെ കൂടെ നിൽക്കുന്നുണ്ട്? ദൈവം യോസഫിന്റെ കൂടെ നിൽക്കുക. കൊലോസ്യ ലേഖനത്തിലേക്ക് വേഗത്തിൽ വന്നേ. കൊലോസ്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 3:23. കൊലോസ്യ ലേഖനം 3:23 പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ. അപ്പൊ യോസഫ് അവിടെ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ ആർക്കെന്ന പോലെ? ആരുടെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ടാ? ഞാനത് കൂടെ പറഞ്ഞു. യോസഫ് അവിടെ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് യോസഫിന് തന്നെ അനുഗ്രഹം ഉണ്ടായേ. ആര് അവിടെ? ഈ പൊത്തിപ്പറിന്റെ ഭവനം ഒന്നിനൊന്നിന് അനുഗ്രഹിക്കപ്പെടുന്നു. ആര് ഉള്ളത് കൊണ്ട് അവർക്ക് തിരിച്ചറിയുന്ന യോസഫിന്റെ കൂടെ ആരുണ്ട്? ദൈവം ഉള്ളത് കൊണ്ട്. ഒന്നിന് ഇവിടെ പറയും, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വി. 24, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. അപ്പൊ ദൈവം എനിക്കുള്ള പ്രതിഫലം തരുമെന്ന് വിശ്വസിച്ച് വേണം നിൽക്കാൻ. എനിക്കെന്നാ കിട്ടും? എനിക്കെന്നാ കിട്ടും? ഇവിടെ അങ്ങനെയാണോ പറഞ്ഞേക്കുന്നേ? എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യുവീനെന്ന് പറഞ്ഞിട്ട് പറയുക, അവകാശമെന്ന പ്രതിഫലം കർത്താവ് തരുമെന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പിൻ. കർത്താവായ ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? എന്ത് ചെയ്യുന്നെങ്കിലും അത് ആർക്ക് വേണ്ടി ചെയ്യണം? എന്ത് ചെയ്യുന്നെങ്കിലും ആർക്കെന്ന പോലെ ചെയ്യണം? ദൈവത്തിനെന്ന പോലെ.
ഇവിടെ യോസേപ്പ് ആ ഭവനത്തിൽ ചെന്നതോടുകൂടി പൊത്തിപ്പേറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ആര് മുഖാന്തരം. ചില മുഖാന്തരങ്ങളുണ്ട്. നാളുകൾ കൊണ്ട് ചിലയിടത്തിരുന്ന് കൈയടിച്ചാൽ ഒരനുഗ്രഹവും വരത്തില്ല. കൂടെ ഉള്ളവനുള്ളവൻ്റെ കൂടെ ഇരുന്ന അനുഗ്രഹം വരും, വാഗ്ദത്തവും കിട്ടും, അത്ഭുതവും നടക്കും, വഴികളും തുറക്കും. ഈ പൊത്തിപ്പേറിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടുവാൻ കാരണം യോസേപ്പിൻ്റെ കൂടെ ആരുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവ സാന്നിധ്യം എവിടെ വ്യാപരിക്കുന്നോ, ആർ വെളിപ്പെടുന്നോ, അവിടെ ഒരു അനുഗ്രഹം വരും. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വന്നോ. വേഗത്തിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ സമയത്തെ ബാധിക്കും. 39 വാക്യത്തിലേക്ക് വന്നോ. അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവന്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. കാരണം ഏൽപ്പിക്കാൻ കാരണം എന്നാ? ഇവൻ തൊടുന്നതല്ല എന്നാ? അനുഗ്രഹമാ. ഇവിടുന്നിട്ട് പറയുക 8 വാക്യം. യോസേപ്പ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണു പതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിന് സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എന്റെ കൈവശമുള്ള യാതൊന്നും എന്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവന്റെ ഭാര്യയാകയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തന്റെ പ്രവൃത്തി ചെയ്യുവാൻ വീടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവന്റെ വസ്ത്രം പിടിച്ചു, എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി. യജമാനന്റെ വിശ്വസ്ത സേവകൻ ആര് കൂടെ ഇരിക്കുന്നതിനാൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ ഹിതപ്രകാരത്തിലേക്ക് ആര് നിൽക്കുന്നു? ആരാൽ നയിക്കപ്പെടുന്നവനായോണ്ട് ദൈവത്താൽ നയിക്കപ്പെടും. അതിൻ്റെ 21 വാക്യത്തിലേക്ക് വന്നേ. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. അപ്പൊ യോസഫിന്റെ കൂടെ ആരിയ്ക്കുന്നു പറയുക? വീണ്ടും പറയുക, ആരിയ്ക്കുന്നു? യഹോവ യോസഫിന്റെ ആ കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം ഇവനെ ഈ വിഷയത്തിന് മുകളിൽ എവിടെ കളഞ്ഞു? ഇവനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഇവനെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞു. ഇത് മുഴുവൻ എടുത്തു, സമയക്കുറവുണ്ടാ. ഇവനെ കുറിച്ച് ഒരു അപവാദം പറഞ്ഞതിന് പ്രകാരം ഇവനെ ഇന്ന് എവിടെ കൊണ്ടാക്കി? കാരാഗ്രഹത്തിലാക്കി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി കൂടെ പോയാൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കും ചോദ്യം എന്നാ? ദൈവം എന്ന് പറയുന്ന ഒന്നുണ്ടോ? അല്ലേ? എൻ്റെ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ ദൈവം ഉണ്ടോ? അതെന്നാ നിങ്ങൾക്കൊരു സന്തോഷം വരാത്തേ? ഒരു പ്രതിസന്ധി വീണാൽ നിങ്ങൾ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കും. യോസഫിനെ നോക്കൂ, അനുഗ്രഹത്തിലേക്ക് വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞേ. യോസഫ് ഇന്ന് പോയി നിൽക്കുന്നത് യോസഫിൻ്റെ മുകളിൽ എന്ത് വന്നതുകൊണ്ടാ? യോസഫിൻ്റെ മുകളിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. ഈ ദർശനം ആദ്യം എവിടെ വെളിപ്പെട്ടു? വീട്ടിൽ വെളിപ്പെട്ടു. സഹോദരന്മാർ അനുകൂലമല്ലാതെ വന്നു. പൊത്തിപ്പേറിന്റെ വീട്ടിൽ വന്നു. പൊത്തിപ്പേറിന്റെ വീട് യോസഫിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. എന്നിട്ടും പൊത്തിപ്പേർ ഒരു ഭവനത്തിൽ നിന്നൊരു അപവാദം കേട്ട് ഇന്ന് എവിടെയാ താമസിക്കുന്നത്? കാരാഗ്രഹത്തിൽ വന്ന് കിടക്കുക. ഇവിടെ പറയുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. നമ്മൾ സമ്മതിക്കുവോ? എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നമ്മൾ സമ്മതിക്കുവോ? പ്രതിസന്ധി വന്നിട്ട് കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെന്നെ പൊക്കിയെടുത്ത് ജയിലിട്ടിരിക്കുക. എന്നിട്ട് ഞാൻ പറയുമോ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്? ഹലോ, പ്രതിസന്ധി വരുമ്പോൾ ആര് പറയും? ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവം ഒരു പുതുവഴി തുറക്കുവാൻ നമ്മൾ പറയത്തില്ല. ദൈവം നമ്മളെ മറ്റൊരു മേഖലയിലേക്ക് നടത്താൻ നമ്മൾ പറയത്തില്ല. ആർക്കെതിരായി നമ്മൾ സംസാരിക്കും? ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? ദൈവം കൊണ്ടുവന്നു. അവർ ദൈവത്തിന് മോശയ്ക്കുമെതിരായി എന്ത് ചെയ്തു? അവർ വെറുപെടുത്തു. ദൈവം ഒരു പുതുവഴി തുറക്കുകയാണെന്ന് അവർ പറഞ്ഞോ? ഇല്ല. ചെങ്കടൽ വിഭാഗിക്കുന്ന കണ്ടവർ, അത്ഭുതങ്ങൾ മുഴുവൻ കണ്ടവർ. പക്ഷെ ദൈവത്താൽ ഇത് സംഭവിക്കുന്നവർ ആരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. ഇവിടെ പറയുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് കണ്ടോ? അവിടെ ചെല്ലുമ്പോഴും
ദൈവം ഒരു അനുകൂലമാക്കി മാറ്റുന്നത് കൊണ്ട് കാരാഗ്രഹ പ്രമാണിക്ക് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസഫിന്റെ കയ്യിലേക്ക്. അവിടുത്തെ നടത്തിപ്പ് ആരുടെ വന്നു? യോസഫിന്റെ വന്നു. അവരുടെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോടുകൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി അവനെ സകലത്തിലൂടെ ആക്കി വെച്ചു. കാരണം ഇവന്റെ കൂടെ ആര് നിൽക്കുക? ഇന്ന് പകല് പ്രതിസന്ധിക്കകത്തു വീണാലും ഒരു കരുതൽ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നീ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും ഏലിയാവിന് വേണ്ടി കാക്കയെ അയച്ച പോലെ തക്ക സമയത്ത് ദൈവം നിന്നെ കരുതിക്കൊണ്ടേയിരിക്കും. ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചില പ്രതിസന്ധികൾ വീടിനകത്ത് വന്നാലും തലമുറയ്ക്കകത്ത് വന്നാലും ദൈവത്തിന്റെ ഒരു കരം ചലിക്കുന്നത് ആത്മാവിനകത്ത് കാണാൻ പറ്റും. ചില വഴികൾ അടയപ്പെട്ടു പോകുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടാൻ തുടങ്ങും. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞോ, ചിലതൊക്കെ അടയുന്നു തോന്നുമ്പോ ഒരു മാറ്റം എവിടെ വരുമ്പോ അറിഞ്ഞോണം, സ്വർഗം 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 നിനക്ക് അനുകൂലമായി മാറുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് പകലെ അത്ഭുതത്തിന്റെ പകലാക്കി ദൈവം മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഇത് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ചില വാതിലൊക്കെ നമുക്ക് അടയപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും, നമ്മുടെ ചില വാതിലൊക്കെ അങ്ങ് അടയപ്പെട്ടെന്ന് തോന്നുമ്പോഴും ചില കരുതലുകൾ വെളിപ്പെടുമ്പോൾ അറിഞ്ഞോണം, ദൈവം എനിക്ക് അനുകൂലമായി വരുന്നുണ്ട്. ചില മേഖലകളിൽ നമ്മൾ കടന്നു ചെന്നിട്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് അത്ഭുതം നടക്കുമെന്ന്, നമുക്ക് നല്ല കോൺഫിഡൻസ് ആകത്ത് ഇത് ലഭിക്കപ്പെടാൻ പോവുക. പക്ഷെ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ ഒരു നിരാശ നമ്മുടെ ജീവിതത്തിൽ അത് കയറും. നമുക്കത് അർഹതപ്പെട്ടത് ലഭിക്കപ്പെടാതെ പോകുന്നു. ഒരു നിരാശയാണെങ്കിൽ ഇന്ന് പകലി ആത്മാവിനകത്ത് പറയണ്ട, ഇന്ന് ആത്മാവിനകത്ത് അറിഞ്ഞോ, നീ നിരാശപ്പെട്ടു പോകാൻ അനുവദിക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവം നിനക്കായി ഒരു കരുതലിനെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അമ്മ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 40-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം അതിന്റെ 40-ാമത്തെ വാക്യം, അമ്മ അതിന്റെ 6-ാമത്തെ വാക്യം. അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവൻ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവിടെ എല്ലാം നിങ്ങൾ അറിയണം, ആര് കൂടെ ഉണ്ടെന്നാ പറയുന്നേ? ദൈവം കൂടെ ഉണ്ട്. ആണേ, പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ ചെന്നും ആ ഭവനം ആരാൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങി? യോസഫ് മുതൽ അനുഗ്രഹിക്കപ്പെടാൻ. കാരാഗ്രഹത്തിൽ വന്നപ്പോഴും ആരുടെ സാന്നിധ്യം കൂടെ നിൽക്കുക? ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുക യോസഫിന്റെ കൂടെ. അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടുപേരെ അമ്മ കാരാഗ്രഹത്തിലേക്ക് സ്പെഷ്യലായി കൊണ്ടുവരുക, തടവിലേക്ക്. ഇവിടെ പറയുന്നു, അമ്മ വായിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അവർ സ്വപ്നം കണ്ടു. എത്രാമത്തെ വാക്യമായിരുന്നു? അവന്റെ യജമാന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട്, ആമീൻ, നിങ്ങൾ വിഷാദഭാവത്തോടെ ഇരിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. അവർക്കൊരു ദർശനം കൊടുത്തു. അവരൊരു സ്വപ്നം കണ്ടു. ഈ സ്വപ്നം എന്താണെന്ന് ആർക്കറിയത്തില്ല, അവർക്ക് വെളിപ്പെടുന്നില്ല. അവിടെ നിന്ന് നോക്കണം, ആരുടെ കൂടെ, അവരുടെ കൂടെ ഇല്ലാത്ത ഒരാൾ ആരുടെ കൂടെ ഇരിക്കുക. നിങ്ങൾ ഗൗരവത്തിലെടുത്തോണം, അകത്ത് കത്തുന്നവരെടുത്തോണം. അവരുടെ കൂടെ ഇല്ലാത്ത ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ സഹോദരന്മാരുടെ കൂടെ ഇല്ലാത്തത്, നിങ്ങളെ ദുഷിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ ഇല്ലാത്തത് ഒന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. യഹോവ നിങ്ങളുടെ കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവ പദ്ധതി വെളിപ്പെടാൻ, അല്ലെങ്കിൽ ദൈവം ഒരു പദ്ധതി, ഇവർ പറയുന്നു ഞങ്ങളൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഇച്ചിരൂടെ മുന്നോട്ട് വന്നു. 14-ാമത്തെ വാക്യത്തിലോട്ട് വന്നു. സ്വപ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ. ഈ സ്വപ്നത്തെ ആര് വ്യാഖ്യാനിച്ചു? യോസേഫ് വ്യാഖ്യാനിച്ചു. ആര് കൂടെ ഉള്ളതുകൊണ്ട്? നിങ്ങളകത്ത് പിടിക്കുന്നു. ദൈവം കൂടെ ഉള്ളതുകൊണ്ട് വേറൊരുത്തൻ കണ്ട സ്വപ്നം പോലും ആര് വ്യാഖ്യാനിക്കാൻ ഇടയായി? ഇന്നകത്തു മണിക്കുള്ള ദൈവ ചില പദ്ധതി പ്രകാരമാണ് നമ്മളെ വിളിച്ചത്.
ദൈവം ചില വഴികളിൽ കൂടെ ആമി 2 തടവുകാർ വരുന്നു. സ്വാമി യോസഫിന്റെ കൂടെ കിടക്കുന്നു. അവർ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തെ യോസഫ് വ്യാഖ്യാനിക്കുന്നു. വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അവർ വ്യാഖ്യാനിച്ചതിന് ശേഷം അവർ തടവിൽ നിന്ന് പുറത്തു പോകുമ്പോൾ യോസഫ് അവരോടൊരു കാര്യം പറയുക. ഏത് വാക്യം? 14-ാമത്തെ വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച്. യോസഫ് പറയും, നമ്മൾ പറയുന്ന പോലെ തന്നെ അങ്ങ് പറഞ്ഞു. നമ്മൾ പറയുന്ന പോലെ തന്നെ പറയും. എന്നാ പറയുന്നേ? നീ ശുഭമായിരിക്കുമ്പോ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത. ചിലപ്പം നമ്മൾ പറയല്ല, ചിലരൊക്കെ അത് പ്രാർത്ഥിക്കാൻ വന്നു കഴിയുമ്പോൾ പറയും, ബ്രദറെ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയും കൂടെ ഒന്ന് ഓർത്തോണം. കർത്താവിൻ്റെ കൃപ അങ്ങനൊന്നും പറയത്തില്ല ഇപ്പോൾ. കാരണം എല്ലാവരും ഓർത്തുകൊണ്ട് ഭയങ്കര അനുഗ്രഹമാണ്. പിടികിട്ടിയോ? ഒന്ന് ഓർത്തോണം. ഇവിടെ യോസഫ് പറയുന്ന ആരെ പോലെ ചിന്തിച്ചു? നമ്മളെപ്പോലും ചിന്തിച്ചിട്ട് പറഞ്ഞതേ ഫറവോനെ എന്റെ വസ്തുതയൊന്ന് ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണം. എന്നെ ഈ തടവറയുന്ന നമ്മൾ പറയാറില്ലേ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. ഇവിടെ യോസഫ് പറയുക, വിടുവിക്കണമെന്ന്. വിടുവിക്കണമേ, എന്നെ എബ്രായരുടെ ദേശത്തു നിന്നും കൂട്ടിക്കൊണ്ടു പോന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. എനിക്കിതൊന്നും അനുഭവിക്കേണ്ട ആവശ്യം, ഞാൻ ഇതൊന്നും ചെയ്തതല്ല. ഇത് ആരുടെ മുന്നിലാ പറയുന്നേ? മനുഷ്യന്റെ മുന്നിലാ പറയുന്നേ. പക്ഷേ ആർക്കിതെല്ലാം അറിയാം? നിങ്ങളുടെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളെ മുഴുവനായി അറിയുന്ന ഒരു ദൈവം വിളിച്ചിട്ടുണ്ട്. ഇന്ന് പകലിൽ അകത്ത് വല്ല കത്തുന്നവർക്കായി കത്തിക്കണോ അകത്ത്? അവൻ നിന്നെ വിളിച്ച ദൈവം മുഴുവൻ അറിയുന്നുണ്ട്. നീ ഒരു മനുഷ്യന്റെ മുന്നേ വെളിപ്പെടുത്തിയിട്ട് പറയതേ, ഞാൻ ഈ തെറ്റൊന്നും ചെയ്തതല്ല കേട്ടോ, എന്നെ അവർ കട്ടുകൊണ്ട് വന്നതാ, ഈ കുണ്ടറയിൽ കൊണ്ട് എന്നെ ഇട്ടിരിക്കുക. ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. ഞാൻ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, ഞാൻ ഉപവസിക്കാഞ്ഞിട്ടല്ല, ഞാൻ ഒരുപാട് ഇടുവി പ്രാർത്ഥിക്കുന്നവനാ. എന്നിട്ട് ഇതുപോലെ നിന്നെ അനുഭവിക്കുക, ഇതുപോലെ പരിഹസ്യം അനുഭവിക്കുക. എന്നോട് നീ ഒരു തോന്നണമെന്ന് അവൻ ഫറവോനോടൊന്ന് പറയണം. ഞാൻ ഇതൊന്നും ചെയ്തതല്ല. ചങ്കത്ത് പൊട്ടിയാ പറയുന്നത് യോസഫ്. ഓർത്തു നോക്കണം, സുന്ദര രൂപിയായവൻ, നന്നേ ചെറുപ്പക്കാരനായ ഒരു പയ്യൻ, അനേക നന്മ അനുഭവിച്ചുകൊണ്ടിരിക്കുക. കുണ്ടറയിൽ കിടന്ന് ഒരു പറയും, ഇവിടെയും ഞാൻ യാതൊന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു വാക്യം വായിച്ചു. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരൻ പ്രമാണിയും കണ്ടിട്ട് യോസഫിനോട്, ഞാൻ ഈ സ്വപ്നത്തിൽ എൻ്റെ തല വെളുത്ത. അവനും അടുത്ത ഒരു കാര്യങ്ങൾ പറയുക. അത് അവിടെ നിൽക്കട്ടെ. അവിടെ നിന്നുകൊണ്ട് 23-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. എങ്കിലും പാനപാത്രവാഹകരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. ഇവർ നമ്മൾ പറഞ്ഞു വിട്ട പാർട്ടി എന്ത് ചെയ്തു? കണ്ടോ? നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിച്ചതും ഉപവസിച്ചതുമായ ആൾക്കാരൊക്കെ മറന്നു പോയിട്ടുണ്ട്. മറക്കാത്ത ഒരാൾ നിപ്പുണ്ട്. ഇന്ന് പകൽ ഓർത്തണം, ആശ്രയം വെക്കുകയാണെങ്കിൽ മറന്നവനെ അല്ല വെക്കേണ്ടത്, മറക്കാത്ത ഒരുവൻ എനിക്കുണ്ട്. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ഭാവി അറിയുന്ന, എന്നെ നല്ലതായി അറിയുന്ന ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കാൻ കാരണം മനുഷ്യൻ മറന്നുപോയാലും മറക്കാത്ത ഒരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന മാത്രം കരങ്ങളെ ഉയർത്തിയ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. കുണ്ടറയ്ക്കകത്തുനിന്ന് വെളിപ്പെട്ട് പുറത്തു വന്നപ്പോ അവനോട് പറഞ്ഞു, ദേ നീ ഫറവോനോടൊന്ന് പറയണേ കേട്ടോ, ഞാൻ ഒന്നും ചെയ്തവരല്ല, ഞാൻ പാപമായ ഒരു മനുഷ്യനാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഒന്ന് പറയണമെന്ന് പറയുമ്പോ ഇവിടുത്തെ വാക്ക് പറയുക. 20-ാമത്തെ വാക്യായിരുന്നു വായിച്ച 23 എങ്കിലും പാനപാത്രവാഹനക്കാരുടെ പ്രമാണി യോസഫിനെ ഓർക്കാതെ അവനെ മറന്നു. യോസഫിനെ എന്ത് ചെയ്തില്ല? ഇങ്ങനൊക്കെ ചില സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചില ചിന്തകൾ നമ്മുടെ അകത്തിരിപ്പില്ലേ? ചിലരൊക്കെ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മൾ ഓർത്തില്ലേ? ചിലർ നമ്മളെ സഹായിക്കുമെന്ന് ഓർത്തില്ലേ? ഇന്ന് ഞാൻ പറയാ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാ. ഹല്ലേലൂയ. മനുഷ്യൻ വാക്ക് മാറ്റി പറയാ, പക്ഷെ സ്വർഗം മാറ്റി പറയത്തില്ല. അവൻ സ്വർഗം നിനക്കൊരു ദർശനം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ദർശനം നിന്റെ മേൽ വരിക തന്നെ ചെയ്യും. നിന്റെ മേൽ ഒരു വാഗ്ദത്തം ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെ മനുഷ്യന് തടയാൻ പറ്റത്തില്ല. സ്വർഗം നിനക്ക് വേണ്ടി പറഞ്ഞതാണെങ്കിൽ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് പറഞ്ഞു, അതെന്റെ മേൽ വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനടുത്ത വാക്യം വായിച്ചേ. 40-23 വായിച്ചേ. അതിൻ്റെ 24.
മറന്നു കളഞ്ഞു. അടുത്തതിലേക്ക് വന്നു. 41:1 വായിച്ചേ. 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു ഇവൻ ഇതൊക്കെ കാര്യം മറന്നുപോയി. എന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? 2 വർഷം കൂടെ കിടന്നു. അപ്പോഴും കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇതിൽ നിന്നൊരു വിടുതൽ വന്നിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച സമയങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, വിടുതൽ വന്നിട്ടില്ല. പക്ഷെ അവിടെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, ആര് കൂടെ ഇരിപ്പുണ്ട്? ഇതിൽ നിങ്ങൾ ധൈര്യപ്പെട്ടോണം. 41-ാം അധ്യായം 1 വാക്യം പറയുന്നു, 2 സംവത്സരം കഴിഞ്ഞ ശേഷം ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. ഇന്ന് പകലിൽ അറിഞ്ഞോണം, കാരാഗ്രഹത്തിനകത്തൊരുത്തൻ സ്വപ്നം കണ്ടെങ്കിൽ, അവൻ നിന്നെ മറന്നെങ്കിൽ, ഇന്ന് ഫറവോനൊരു ദൈവം ഒരു സ്വപ്നം വിട്ടിട്ടുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്തുണ്ട് നിന്റെ സ്വപ്നം വെളിപ്പെടാൻ പോവുക. നിന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവം വെളിപ്പെടുത്താൻ സമയമാകാൻ പോവുക. നീ കണ്ട ദർശനം വരാൻ പോകുക. നീ കണ്ട ചില ദർശനം, ദൈവം പറഞ്ഞൊരു ദർശനം നിന്റെ മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരാൻ പോകുക എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ചില വഴികളിൽ കൂടെ ഒക്കെ നീ നടന്നു പോയാൽ, ചില നിന്ദകളിൽ കൂടെ മറന്നുപോയാൽ, മനുഷ്യൻ നിന്നെ മറന്നാൽ മറക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് പകലിൽ അമീ സ്വർഗം അത്ഭുതം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമീ ദൈവം ഒരു ദർശനം കൊടുത്തു. അമീ അടിമത്തി കാരാഗ്രഹത്തിൽ വന്നവൻ ഒരു ദർശനം കൊടുത്തു. ആ ദർശനത്തിന്റെ വ്യാഖ്യാനം യോസഫ് പറഞ്ഞു. യോസഫ് ന്യായമായിട്ട് അവനോട് പറഞ്ഞു, നീ എന്നെ കുറിച്ചൊന്ന് പറയണം, ഞാൻ കുഴപ്പമില്ലാത്തവനാ. പക്ഷെ അവൻ മറന്നുപോയി എന്ന് ബൈബിൾ പറയുന്നു. അവൻ മറന്നുപോയെങ്കിൽ അടുത്ത വാതിൽ സ്വർഗം നിനക്കായി തുറക്കുക. ഇന്ന് പകൽ ഒരു ദർശനം വെളിപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നിനക്ക് വേണ്ടിയുള്ള കൃപ വരാൻ പോകുക. നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഫറവോന്റെ അകത്ത് എന്നാ കൊടുത്തു? ദൈവം ഒരു സ്വപ്നം കൊടുത്തു. അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. നായകന്റെ ദാസനായ എബ്രായ യവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. കേട്ടോ, അപ്പൊ ഇവൻ എന്നെ അടുത്തു. ചിലരെ മറന്നു പോയെന്നൊക്കെ നിങ്ങൾ തോന്നത്തില്ലേ? ചിലരൊക്കെ നിങ്ങൾ ഓർക്കും അവർ നമ്മളെ മറന്നു പോയതാണ്. അവർ മറന്നു പോയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ വരും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇപ്പം മറന്ന പോലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ചിലതെല്ലാം മടങ്ങി വരാൻ ഒരു കാലം ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. ഇവർ പറയുക, അന്ന് ഞങ്ങളുടെ കൂടെ ഒരു എബ്രായ ബാലനുണ്ടായിരുന്നു. വായിച്ചേ. അവിടെ അകമ്പടി നായകന്റെ ദാസനായ ഒരു എബ്രായ യവനക്കാരൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവനോട് അറിയിച്ചാറെ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. ഓരോരുത്തരും താന്താന്റെ സ്വപ്നത്തിന്റെ അർത്ഥം. അവനൊരു പ്രത്യേകതയുണ്ട്. എന്നായിരുന്നു? അവ സ്വപ്നങ്ങളെ എന്ത് ചെയ്യുന്നവനായിരുന്നു? വ്യാഖ്യാനിക്കുന്നവനാ. ഇത് ആരോടാ പറയുന്നേ? ഫറവോനോട്. ഫറവോന് ദൈവം ഒരു സ്വപ്നം കൊടുത്തേക്ക് നിൽക്കുക. ഫറവോന് സ്വപ്നം കൊടുത്തേക്കുമ്പോൾ എന്ത് ചെയ്തോണ്ട് ഇവിടെ പറയുന്നതെന്നാ? ഇവിടെ ഒരു സ്വപ്നം കണ്ട് ഇവിടെ പറയുവാണ്. ഒരുത്തന് താന്താന സ്വപ്നം അർത്ഥം പറഞ്ഞു വന്നു. 13-ാമത്തെ വാക്യം. അവൻ അർത്ഥം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ വീണ്ടും സ്വസ്ഥാനത്താക്കുകയും മറ്റവനെ തൂക്കിക്കളയും ചെയ്തു. അപ്പൊ ഇവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവിടെ നിങ്ങൾ നോക്കിക്കോണം. അവൻ പറഞ്ഞതുപോലെ സംഭവിക്കാൻ കാരണം അവന്റെ കൂടെ ആണേ. അകത്ത് വല്ലതും തോന്നുന്നുണ്ടോ? നീ പറഞ്ഞതുപോലെ സംഭവിക്കാൻ കാരണം അകത്തൊരാൾ നിന്റെ കൂടെ ഇരിപ്പുണ്ട്. നീ പറയുന്ന പ്രവചനങ്ങൾ വെളിപ്പെടാൻ കാരണം നിന്റെ കൂടെ സ്വർഗമുള്ളത് കൊണ്ട്. ഇന്ന് ആത്മാവിനകത്ത് കണ്ടോ, നിന്നോട് കൂടെ സ്വർഗമുള്ളത് കൊണ്ട് ചില അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറഞ്ഞ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, നമ്മുടെ മധ്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണലുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? നമ്മുടെ കൊച്ചുകൂട്ടത്തെ നോക്കിക്കൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഇവിടെ പറഞ്ഞ ഒരൊറ്റ പ്രവചനങ്ങൾ മാറിപ്പോയിട്ടില്ല. പറയാൻ കാരണം എന്നറിയോ? സ്വർഗം ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നത് പൊന്നിലും സ്വർണത്തിലുമല്ല, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരുവനിലാണെങ്കിൽ ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയാ, ഈ ഭൂമിയിലുള്ള സമ്പത്തിനേക്കാളും ഏറ്റവും വലുത് യേശുവെന്ന സമ്പത്തിനെയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയണം, ഞങ്ങൾ കണ്ടത് പൊന്നുമല്ല പണവുമല്ല, ഞങ്ങൾ കണ്ടത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത യേശുവിനെ കണ്ടതുകൊണ്ട് അവന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്.
ഹല്ലേലൂയ. വിശ്വാസത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇവിടെ പറയുന്നു യോസേപ്പിന്റെ കൂടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, വാക്യപടിയെ പറയുന്നതാണ്, അവൻ പറഞ്ഞതെല്ലാം എന്ത് ചെയ്തു കഴിഞ്ഞു? സംഭവിച്ചു കഴിഞ്ഞു. ആര് കൂടെ ഉള്ളതുകൊണ്ട്? കണ്ടോ? എന്നിട്ട് ഉടനെ ഫറവോൻ ആളെ അയച്ചു, യോസേഫിനെ വിളിപ്പിച്ചു. ആ അവർ അവനെ വേഗത്തിൽ കുണ്ടറയിൽ നിന്നും ഇറക്കി അവൻ ക്ഷൗരം ചെയ്യിപ്പിച്ചു. വസ്ത്രം മാറി. ഇത്രയും നാൾ നോക്കിക്കോളാം, സുന്ദരനായിരുന്ന യോസേപ്പിന്റെ പരുവം നോക്കിക്കേ. യോസേപ്പിന് താടിയെല്ലാം വന്ന് പ്രാകൃത മനുഷ്യൻ. സ്വപ്നങ്ങൾ അവസാനിച്ചു. 2 വർഷമായി ദർശനങ്ങൾ അവസാനിച്ചു. വഴികളെല്ലാം അടയപ്പെട്ടു. നിരാശയിൽ നീ ആണെങ്കിലും ഇന്ന് പകൽ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഏത് നിമിഷവും നിനക്കുള്ള വഴി ദൈവം തുറക്കും. ഏത് നിമിഷവും നിനക്കുള്ള വഴി തുറക്കും. ഏത് സെക്കൻഡിലും നിനക്കുള്ള അത്ഭുതം വരും. ഏത് വിത്തിൻ സെക്കൻഡിനുമൊത്ത് നീ നിരാശപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ, വഴികൾ അടയപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ, വിളിച്ച ഒരു ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നവർ സകല ഭാവി മടഞ്ഞു പോയെന്ന് തോന്നിയപ്പോ, താടി രോമങ്ങൾ വളർന്നിറങ്ങിയപ്പോ, ഷർട്ട് വേഷങ്ങൾ മുഷിഞ്ഞു തുടങ്ങിയപ്പോ, നിരാശയുടെ അനുഭവത്തിൽ വരുമ്പോ, നിന്റെ മുൻപിലുള്ള ഇരുമ്പിന്റെ വാതിൽ സ്വർഗത്തിലെ ദൈവത്താൽ അത് തുറക്കപ്പെടുവാൻ തുടങ്ങി. യോസേപ്പ് അറിയാത്തത് സ്വർഗം കരുതാൻ പോകുക. നിന്നോട് പറഞ്ഞ ദർശനം നിന്റെ അരികിലേക്ക് വരാൻ പോകുക. നിന്നോട് പറഞ്ഞ വാഗ്ദത്ത നിന്റെ മേൽ വരാൻ പോകുക. സ്വർഗം നിന്നോട് പറഞ്ഞത്, നിന്റെ തലമുറയോട് പറഞ്ഞത്, അത് മഞ്ഞായി പഴയായി അത് പെയ്തരലാൻ പോകുക. പ്രതീക്ഷിക്കാത്ത സമയം യോസേപ്പിന്റെ അരികിലേക്ക് പടയാളികൾ കടന്നു വരുന്നു. യോസേപ്പ് എന്തെന്ന് ചിന്തിക്കുന്ന സമയത്ത് കുണ്ടറയുടെ വാതിൽ തുറന്ന് യോസേപ്പിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ പറയുന്നു, അവൻ അവരെ ക്ഷൗരം ചെയ്യിച്ചു. അവന്റെ വസ്ത്രം മാറി ഫറവോന്റെ അടുക്കലേക്ക് പോകുക. യോസേപ്പിന് കാര്യം പിടികിട്ടിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, എന്നോടുകൂടെ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് പകൽ വിളിച്ചു പറയണം, എന്നോടുകൂടെ ഒരു സർവശക്ത. നിന്ന് പകലി ആത്മാവിനകത്ത് ഞാൻ പറയാം, നീ ചിന്തിക്കാത്ത സമയം ഈ 17-ാം തീയതിക്കുള്ളിൽ ചില വാതിലുകൾ ഈ സഭയ്ക്കകത്ത് ചില കുടുംബങ്ങളുടെ മേൽ തുറക്കും. ഈ 17-ാം തീയതിക്കുള്ളിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഈ 17-ാം തീയതിക്കുള്ളിൽ ചില കുടുംബത്തിന് വേണ്ടി ദൈവം ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. അത് കുണ്ടറ പോലിരിക്കുന്ന ചില അവസ്ഥയ്ക്കകത്തുനിന്ന് ദൈവം ചില തലമുറയ്ക്കകത്തേക്ക് ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകും. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഫറവോ യോസേപ്പിന്റെ അരികിലേക്ക് ചെന്നു. ഫറവോ യോസേപ്പിനോട്, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ വ്യാഖ്യാനിപ്പാൻ ആരുമില്ല. നീ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോസേഫ് അവനോട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോൻ. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ കൊടുത്തു. മഹത്വം കൊടുക്കുന്നവന് മഹത്വം കൊടുത്തിട്ട് യോസേപ്പ് പറയാ, യോസേപ്പ് ഫറവോനോട് പറയാ, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം. കണ്ടോ ആരുണ്ടെന്ന് യോസേപ്പിന് അറിയാം. ഇന്ന് കാരാഗ്രഹത്തിനകത്താണെങ്കിലും നീ ചില പ്രതിസന്ധിക്കകത്തൂടെ നീ നടന്നു പോയാലും ഇന്ന് പകലറിയണം, നിന്റെ കൂടെ ഒരുവൻ ഇരിപ്പുണ്ട്. ഓ, അത് പ്രവർത്തിക്കേണ്ട സമയത്ത് അത് വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ അത് യോസേപ്പ് ഫറവോനോട് പറയാ, ഞാനല്ല, ദൈവം തന്നെ. യോസേപ്പിനോട് പറയാ, യോസേപ്പേ, അവൻ എന്റെ കൂടെ ഇരിക്കുന്ന ദൈവമുണ്ടല്ലോ, അത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അത് ശുഭമായ ഒരു ഉത്തരം നൽകുമെന്ന് യോസേപ്പ് പറയാ. എന്നോട് കൂടെയുള്ളവൻ ഇന്ന് പകൽ പൊത്തിപ്പേരുടെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറിയപ്പോഴും യോസേപ്പ് തിരിഞ്ഞു പോയില്ല. അവൻ കാരാഗ്രഹത്തിൽ വന്നപ്പോഴും ആരാധന കുറഞ്ഞു പോയില്ല. ഇന്ന് പകലിൽ കഷ്ടതയ്ക്കകത്തൂടെ പോയാലും, കണ്ണുനീരിനകത്തൂടെ പോയാലും, നിന്നയ്ക്കകത്തൂടെ പോയാലും, പരിഹാസത്തിനകത്തൂടെ പോയാലും, ഈ ദൈവത്തെ വിടാത്ത ഒരുവനുണ്ടെങ്കിൽ അവനോട് ഞാൻ വിളിച്ചു പറയാ, നിന്നെ കുണ്ടറയിന്ന് പുറത്തു വരുന്ന കാലം വിദൂരമല്ല. നിന്റെ മേലുള്ള അഭിഷേകം അത് ലോകത്തിന് വെളിപ്പെടുത്തും.
ഇന്ന് പുതുപ്പള്ളി അറിഞ്ഞില്ലെങ്കിൽ നാളെ ലോകം അറിയുന്ന പോലെ നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തിയെ ദൈവം പുറത്തു കൊണ്ടുവരും. മനുഷ്യൻ അറിഞ്ഞില്ലെങ്കിലും ദൈവം വെളിപ്പെടുത്തുന്ന കാലം വിദൂരമല്ല. ദൈവം വെളിപ്പെടുത്തുന്ന കാലം വിദൂരമല്ല. മനുഷ്യൻ മാറിപ്പോകാം, പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം മാറത്തില്ല. ആത്മാവ് കത്തട്ടെ ഈ സഭാഹോളിനകത്ത്, ആത്മാവ് പ്രവർത്തിക്കട്ടെ ഈ സഭാഹോളിനകത്ത്. ചിലതെല്ലാം കുണ്ടറയുന്ന ദൈവം ഇന്ന് പുറത്തേക്ക് കൊണ്ടുവരട്ടെ. ഭാവിയെ തടയുന്നത് ഇന്ന് പകൽ ഉണർവിന്റെ കാറ്റ് വീശട്ടെ. ദൈവത്തിന്റെ ആത്മാവ് കൂടെ നിന്ന് ഫറവോന് സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. 32-ാമത്തെ വാക്യം പറഞ്ഞു, ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ? ഇന്ന് പകല് നിന്റെ കൂടെയുള്ള ദൈവം ആരാന്ന് ലോകം അറിയാൻ പോവുക. നിന്നെ വിളിച്ച ദൈവം ആരാന്ന് അറിയാൻ പോവുക. അത് ഇന്ന് പകല് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. നിന്റെ കൂടെ ഉള്ളവൻ ആരാണെന്ന്, നിന്റെ കൂടെ ഉള്ളവൻ ആരാന്ന്, നിന്റെ കൂടെ ഉള്ളവൻ ആരാന്ന്. അതുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറ, ഞാമേ കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ ഭയപ്പെടും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. ഈ നാൾ വരെ നിങ്ങൾ ചിന്തിച്ചോണം, നിങ്ങൾ പ്രാർത്ഥിച്ച് പലരും അനുഗ്രഹിക്കപ്പെടും. ആരോട് ആത്മാവിന്റെ ഒരു ദൂതായി വിളിച്ചു പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ച് പലരും വിടുതൽ അനുഭവിച്ചു, പക്ഷെ നിങ്ങൾക്ക് വിടുതലായിട്ടില്ല. ആമേൻ. നിങ്ങൾ പ്രാർത്ഥിച്ച പലയിടത്തും അത്ഭുതം നടന്നിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ച പലയിടത്തും അത്ഭുതം നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളുടെ അവസ്ഥയ്ക്കകത്ത് വ്യത്യാസം വന്നിട്ടില്ല. ഇന്ന് മാറാൻ പോകുക, ഇന്ന് വഴി മാറാൻ പോകുക, ഇന്ന് കണ്ട അത്ഭുതം വഴി മാറാൻ പോകുക. നിന്റെ തലമുറയ്ക്കകത്ത് മാറാൻ പോകുക, നിന്നിൽ അത്ഭുതം മാറാൻ പോകുകയാണ്. പ്രതീക്ഷിക്കാത്തൊരു ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. യോസഫ് പ്രതീക്ഷിക്കാത്തത്. യോസഫിന്റെ പ്രതീക്ഷ എന്നായിരിക്കും എന്നറിയാമോ? ഇന്ന് കിട്ടിയ അനുഭവം തന്നെ സഹോദരന്മാരിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഫറവോനിൽ നിന്ന് കിട്ടാനില്ല. പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലൊന്നും കിട്ടാനില്ല. കാരാഗ്രഹത്തിനകത്ത് കിടന്ന അപ്പക്കാരന്റെ കയ്യിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലൊന്നും എനിക്ക് കിട്ടാനില്ല. കണക്കൂട്ടലുകൾ സ്വർഗം മാറ്റാൻ പോവുക. നിന്റെ കണക്കൂട്ടലുകൾ സ്വർഗം മാറ്റാൻ പോവുക. പുതിയ ഒരു അരുവി നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുക. ഹല്ലേലൂയ. ഇവിടെ പറയുക, പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയായ മാറാൻ പോവുക. അകത്ത് വെളിപ്പെടുന്നവർക്കായി ഇത്രയും നാൾ പോത്തിഫേറിന്റെ വീട് യോസഫിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. ഇന്ന് കാരാഗ്രഹത്തിനകത്ത് കാരാഗ്രഹത്തിനകത്ത് അനുഗ്രഹം ഉണ്ടായി. പക്ഷെ യോസഫിന് അനുഗ്രഹം വന്നില്ലെങ്കിൽ ഇന്ന് സ്വർഗം പറയുന്നു, കാലം മാറാൻ പോവുക കുഞ്ഞ്. ഇന്ന് നിനക്കുള്ള ബ്ലെസ്സിങ് വരാൻ പോകുക, നിന്റെ ഭവനത്തിനുള്ള ബ്ലെസ്സിങ് വരാൻ പോകുക, നിന്റെ തലമുറയ്ക്കുള്ളത് ഇന്ന് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അതിന്റെ ഫലം റിലീസ് ആകട്ടെ.
നീ ചിന്തിക്കാത്ത ആത്മാവുള്ളവനോട് സ്വർഗം വെളിപ്പെടുത്തോ. സ്വർഗം ആഗ്രഹിച്ചത് ഇന്ന് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. സ്വർഗം പദ്ധതിയിട്ടത് നിന്റെ ജീവിതത്തിൽ വരാൻ പോകുക. ഇപ്പോൾ അത് സംഭവിക്കാം. പിന്നുള്ളതിനെ മറക്കുക. ഒരു പുതിയ അരുവി ഒഴുകി തുടങ്ങുന്നു. പുതിയൊരു അഭിഷേകം ഒഴുകി തുടങ്ങുന്നു. ഇന്ന് പകലിൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഗ്രഹത്തിന്റെ വിചാരകനാണെങ്കിൽ ഇന്ന് ഫറവോന്റെ രാജ്യത്തിന്റെ വിചാരകനാക്കി ദൈവം അഭിഷേകം ചെയ്യുക. നിന്നെ ചെറുതിനകത്തല്ല തമ്പുരാൻ കണ്ടത്. ഇന്ന് നിന്നെ ചെറുതിനകത്തല്ല ദൈവം കണ്ടത്. ദൈവം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. ദൈവം നിന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നു, മേലധികാരികൾ നിന്റെ വാക്ക് ജനം എല്ലാം അനുസരിക്കും. നിന്നലെ കുണ്ടറായി കളഞ്ഞവനും പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിൽ കൊണ്ട് ആക്കിയവനും നിന്റെ ശബ്ദത്തിന്റെ മുന്നിൽ ഇനി ഉയരത്തില്ല. ഇന്ന് പകലിൽ അറിഞ്ഞോളാം, നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ ഉയർത്തി കാണിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. വഴിയും ബൗണ്ടറികളും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഫറവോൻ അവിടെ കൊണ്ട് നിർത്തുവല്ല. ദൈവാത്മാവുള്ളവനെ കുറിച്ച് ഫറവോൻ പറഞ്ഞു തുടങ്ങുക. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. കൊച്ചേ, ഈ കസാറേ ഉള്ളൂ എനിക്ക്, പക്ഷെ നീയാ ഇനി രാജ്യം നടത്താൻ പോകുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ആത്മാവിൽ നടത്തപ്പെടുന്ന ഒരുവൻ അവൻ നിങ്ങൾ എന്നിലോ ഞാൻ നിങ്ങളിലും വസിച്ചാൽ അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങുക. ഇന്ന് കാണുന്നതിനേക്കാൾ വലുത് ദൈവ പ്രവൃത്തിയാ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിന്നെ കളഞ്ഞവരുണ്ടല്ലോ, നിന്നെ നിന്ദിച്ചവരുണ്ടല്ലോ, തമ്പുരാൻ കൊണ്ടുവരും. നിന്നെ പരിഹസിച്ചവരുണ്ടല്ലോ, അവരുടെ മുന്നിൽ തമ്പുരാൻ നിന്നെ നിർത്തും. ഇന്ന് പകലിൽ അറിഞ്ഞോ, ദാവീദിനെ തമ്പുരാൻ വിളിക്കുമ്പോ, സ്വർഗത്തിലെ ദൈവം ദാവീദിനെ വിളിക്കുമ്പോ കൂട്ടുകാരുടെ മധ്യത്തിൽ വെച്ച് അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോണം, ചിലതിനെ എല്ലാം ദൈവം നിന്നെ മുന്നേ കൊണ്ടുവരാൻ പോകുകയോ. അഭിഷേകത്തിന് ശക്തിയുണ്ട് കൊച്ചേ. ദൈവം പകർന്ന അഭിഷേകത്തിന് അത് ശക്തിയുണ്ട്. ദൈവം നിന്നോട് ഇന്ന് പകൽ വിശ്വസിക്കുന്നു, ദൈവം നിന്നോട് കൂടെ ഇരിക്കാൻ തുടങ്ങുക. ദൈവം നിന്റെ കൂടെ. സാഹചര്യങ്ങൾ നോക്കണ്ട, സാഹചര്യങ്ങൾ അപ്പുറേ. ദൈവം നിന്നോട് കൂടെയുണ്ടത്. എന്നിട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങി ആർക്കും തടയാൻ പറ്റത്തില്ല. ഫറവോൻ ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് അവസാനം ഫറവോൻ എന്നറിയോ, തന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി യോസഫിന്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒന്ന് സ്വർണ്ണ സരപ്പാളിയുള്ള അവന്റെ കഴുത്തിലങ്ങിട്ടു. എന്നറിയോ, രാജ്യത്തിന്റെ രാജചിഹ്നം അവന്റെ മേലിട്ടു. ഒരൊറ്റ ക്വാളിറ്റി ഉള്ള ദൈവം അവനോട് കൂടെ ഇരുന്നു. ഇന്ന് പകൽക്കാലം പറ, നിന്റെ വിദ്യാഭ്യാസമല്ല, കുടുംബശ്രേഷ്ഠതയല്ല, ദൈവം നിന്റെ കൂടെ ഇരുന്ന നീ അർഹതപ്പെടാത്തടത്ത് ദൈവം തമ്പുരാൻ നിന്നെ എത്തിക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ ഹല്ലേലൂയ. അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല കേട്ടോ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. എത്ര പേര് ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെ കുറച്ച് പേരെല്ലാം നിന്ദിച്ചു പോയിട്ടുണ്ട്. കുറെ പേരെല്ലാം ആദ്യം തുടങ്ങുന്നത് എവിടെയാണെന്നറിയോ? സഹോദരന്മാരുടെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയ, പണി കിട്ടാൻ തുടങ്ങിയ വീട്ടിൽ നിന്നാ. എന്നത്തിന്റെ പുറത്താണെന്നറിയോ? ദൈവം കൊടുത്ത ദർശനത്തിന്റെ പുറത്തുനിന്ന്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതിന്റെ 45-ാം അധ്യായം എടുത്ത്, 45-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എടുത്തേ. 45-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് സഹോദരന്മാർ എവിടെ ചെല്ലേണ്ടി വന്നു? കണ്ടോ? സഹോദരന്മാരുടെ മുന്നിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. ഈ ദർശനം കണ്ടവനെ പൊട്ടക്കറ്റി കളഞ്ഞത്. ഇവന്റെ ദർശനം ഇവിടെ കൊണ്ട് അവസാനിച്ചുകൊണ്ടെന്ന് ആരാ കൊടുത്തെന്ന് ഓർത്തോണം. സ്വർഗവാ നിന്റെ മേൽ ദർശനം ഇട്ടെങ്കിൽ ഇത് മനുഷ്യന് തടയാൻ പറ്റത്തില്ല. മനുഷ്യന് തടയാൻ പരിമിതിയുണ്ട് കേട്ടോ. സ്വർഗത്തിന് പരിമിതി ഇല്ലാത്തവനാണ് നിന്നെ വിളിച്ചത്. ഇന്ന് സഹോദരന്മാര് മുന്നേ ചെല്ലുമ്പോ യോസഫ് അവരുടെ മുന്നേ ഒന്നുകൊണ്ട് പറയുക, 5-ാമത്തെ, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ
നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. നിന്നെ നിന്ദിച്ചവരുടെ മുന്നിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് നിന്നെ നിന്ദിച്ചവർ പലരുടെയും മുന്നിൽ സ്വർഗം നിന്നെ മാനിക്കാൻ പോവാ. എത്ര പേര് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുക? ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രമേ. ആമീൻ പറയും. വാക്ക് പറയുക. അതിന്റെ 6-ാമത്തെ വാക്യം പറയുന്നു, വായിച്ചു. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചു. ഇന്ന് പകൽ അറിഞ്ഞു, നിന്നെ ദൈവം തമ്പുരാൻ ഉയർത്തുമ്പോ നിന്റെ ചാർച്ചക്കാർ ഈ കൃപയ്ക്കകത്ത് വരും. ദൈവം തമ്പുരാൻ നിന്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ദേശം അറിയുന്ന പോലെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇന്ന് പകൽക്കാലം പറഞ്ഞ യോസഫിനെ തള്ളിക്കളഞ്ഞ, പൊട്ടക്കിണറ്റിക്കളഞ്ഞ സഹോദരന്മാരെ ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് കൊണ്ട് നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഇന്ന് ആത്മാവിനകത്തൊരു ഞാൻ ദൂത് പറയാ, നിന്നെ തള്ളിക്കളഞ്ഞ പലരും, നിന്നെ നിന്ദിച്ച പലരും നിന്റെ അരികിൽ വരുന്ന കാലം വിദൂരമല്ല. അത് കർത്താവിനെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തറിയണം. ദൈവമിട്ട ദർശനത്തെ ദൈവം നിങ്ങളുടെ മേൽ നടത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ അതിന്റെ 20-ാമത്തെ വാക്യം പറയുകയാ, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ. നിങ്ങൾ എൻ്റെ മേൽ ദോഷം വിചാരിച്ചപ്പോ എൻ്റെ ദൈവം എന്നെ മാനിക്കുവാൻ തുടങ്ങി. ഇന്ന് പകൽ വിളിച്ചു പറയണം, മനുഷ്യൻ എനിക്ക് പ്രതികൂലമായി നിന്നാൽ ദൈവം എനിക്ക് അനുകൂലമാണ്. അവൻ പറയും, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തിയിരിക്കേണ്ടതിന് അത് ഗുണമാക്കി തീർന്നു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ആമേൻ. ദൈവാത്മാവുള്ളവൻ പ്രതികാരമുള്ളവനല്ല, ദൈവാത്മാവുള്ളവൻ അത്ഭുതമായി മാറും. ഇന്ന് ആത്മാവിനകത്ത് നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിച്ചാൽ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പി. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, അവന്റെ കൂടെ നടക്കാൻ റെഡിയാണെങ്കിൽ നീ പറയുന്ന ഓരോ വാക്കുകളും അത്ഭുതമായി മാറും. ഇത് പറയുന്ന ഓരോ വാക്കുകളും, അവൻ നിന്റെ വായിന്ന് പോകുന്ന ഓരോ വാക്കുകളും ഇന്ന് ആത്മാവിനകത്ത് ഞാൻ പ്രവചിച്ച പോലെ പറയാ, ഈ ദിവസങ്ങളിൽ വരെ നീ അനുഭവിച്ചുകൊണ്ടിരുന്ന നിന്നയാണെങ്കിൽ ഇന്ന് 17-ാം തീയതി കഴിയുമ്പോ ഉണങ്ങിപ്പോയ ചില വൃക്ഷങ്ങളെ ദൈവ തളർപ്പിലേക്ക് വരുത്താൻ പോകുക. അവ ചില കുടുംബങ്ങൾക്കകത്ത് നടക്കും. ഈ സഭയോട് ഞാൻ വിളിച്ചു പറയാ, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് നടക്കും. ഉണങ്ങിപ്പോയ ചില വൃക്ഷങ്ങൾ ഈ 17-ന് ശേഷം കാണത്തില്ല. അത് തളർക്കാൻ പോകുക, അത് തളർക്കാൻ പോകുക, ആവി തളർക്കാൻ പോകുക. 2025 അവസാനിക്കുന്നതിന് മുമ്പ് തളർപ്പിലേക്ക് വരാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഓ ഹല്ലേലൂയ. ഇതിനെ കോട്ട് ചെയ്തുകൊണ്ട് റോമാലേഖന 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കും. ഓ ഇന്ന് പകൽ വിളിച്ചു പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുക? എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്? അത് നന്മയ്ക്കായി, ഇന്ന് നന്മയ്ക്കായി. ആമേൻ. വിശ്വസിക്കുന്നോ? വിളിയുണ്ടെന്ന് വിശ്വസിക്കുന്നോ? ദർശനമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവ ഒത്തിരി പ്രവചനങ്ങളൊക്കെ കിടക്കുമല്ലേ, അതൊന്ന് റിലീസാകാൻ നിൽക്കുകയല്ലേ. ഇന്ന് പകൽക്കാലം പറഞ്ഞ മാമി ദർശനമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിടത്തൊക്കെ ഒത്തിരി വിടുതലുണ്ടായി, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വന്നില്ല. ഇന്ന് പകൽ അറിയണം, നിനക്കുള്ള വിടുതൽ സ്വർഗം വരുത്തിയിരിക്കുക ഈ നാളുകളിൽ. ഹല്ലേലൂയ. ഇന്ന് ഈ നാളുകളിൽ അത് വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് റോമാലേഖനത്തിനകത്ത് വന്നപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു. മാമി റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ ആണോ ഈ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴും വചനത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല? മാറിപ്പോയില്ല. പ്രതികൂലം വന്നില്ലേ? യോസഫിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങൾ വന്നില്ലേ? ഈ പ്രതികൂലങ്ങളൊക്കെ വന്നപ്പോഴും യോസഫ് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞില്ല.
ഓ, എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുക. കർത്താവിൻ്റെ കരുണ കൂടെ ഇരുന്നാൽ, എന്നിട്ട് പറയാ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം നിർണയപ്രകാരം വിളിച്ചവർക്ക് സകലവും നന്മയ്ക്കായി. അത് നമ്മളെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് എത്ര പേര് പറയുന്നുണ്ട്. സ്വർഗം പറഞ്ഞത്, പൗലോസ് പറഞ്ഞത് അത് എന്നെക്കുറിച്ചാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകല് നിങ്ങൾ വിശ്വസിച്ചു. ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ഈ സഭയ്ക്കകത്ത് ഒരു പ്രവചനങ്ങൾ പോലും പാഴായി പോയിട്ടില്ലെങ്കിൽ ഈ 17-ാം തീയതി കഴിയുമ്പോൾ ചില ദൈവിക അത്ഭുത പ്രകാരം ചില ഉണങ്ങിപ്പോയ മരങ്ങളുടെ മേൽ ദൈവം ജീവനെ പകരുന്ന പോലെ ചിലർ തളർപ്പിലേക്ക് വരാൻ പോകുക. അത് തളർപ്പിലേക്ക് വരാൻ പോകുക. അത് തളർപ്പിലേക്ക് വരാം. നിനക്ക് അവസരമില്ലെന്നല്ല, നിനക്ക് അവസരം വരാൻ പോവുക. നിനക്ക് അവസരമില്ലെന്നല്ല, അവസരം വരാൻ പോവുക. ചിലര് മാറ്റി നിർത്തിയവർ നിന്നെ അന്വേഷിക്കാൻ പോകുക. ഇന്ന് പകലിൽ അറിഞ്ഞോ, രാജ്യങ്ങളുടെ ദേശങ്ങളുടെ വാതിൽ നിനക്കായി തുറക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആത്മാവിനകത്തോടെ ഞാനും എന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിലുള്ള സകലതും ഈ പായിലിരുന്ന് ആരാധിക്കുക. നിന്റെ കുടുംബത്തിലുള്ളത് മുഴുവനും ഈ സഭയ്ക്കകത്ത് വന്ന് ആരാധിക്കുക എന്ന് പകൽ ഓർത്തോ. അത് നിങ്ങളോടുള്ള പ്രവചനമാണെങ്കിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതി വെച്ചോ, മടങ്ങി വരും. അത് മടങ്ങി വരും. ആ ദൈവത്തെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. അപ്പൊ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്തേ വരുവുള്ളൂ? ഏത് നന്മയ്ക്കായി ഇതല്ല ഞാൻ പറഞ്ഞേ, സകലവും. കുണ്ടറയും നന്മയായി മാറും, പൊത്തിപ്പേരുടെ ഭവനവും നന്മയായി മാറും, വീടും നന്മയായി മാറും, നിന്നെ നിന്ദിച്ചവർക്കും നന്മയായി മാറും. ഇന്ന് പകൽ എഴുതി വെച്ചോ, ഇറങ്ങി ഓടിയവർക്കും നന്മയായി മാറും, പരിഹസിച്ചവർക്കും നീ നന്മയായി മാറും. അധികം കാലം മാറില്ല. അതിനുമ്പ് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി പരിശുദ്ധാത്മാവിൽ വെളിപ്പെടുമെന്ന് ധൈര്യത്തോടെ പറയാ. കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ലെന്ന്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നത്? ഒന്ന് കണ്ണുകളെ നടച്ചേ. ആമേ, ഈ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കുമെന്ന്. ഹല്ലേലൂയ. കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും ഭവിക്കയില്ല. ധൈര്യമുണ്ടോ പറയുവാൻ അങ്ങനെ? ഹല്ലേലൂയ. എൻ്റെ ഭാവി അറിയുന്ന ഒരു നല്ല കർത്താവ് എനിക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചതാണെങ്കിൽ, കർത്താവ് എന്നെ വിളിച്ചതാണെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ ദൈവം സഹോദരന്മാരുടെ മധ്യത്തിൽ ദർശനം തന്നതാണെങ്കിലും അഭിഷേകം തന്നതാണെങ്കിലും അത് ജീവനായി മാറുമെന്ന്, അത് ജീവനായി മാറുമെന്ന്. ഇന്ന് കാണുന്ന സകല വഴികളും മാറട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. അടയപ്പെട്ട ഭാവിയെ മാറട്ടെ. ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് ജോലികൾ ലഭിക്കപ്പെടട്ടെ. തലമുറയ്ക്കകത്ത് പ്രതികൂലമായി നിൽക്കുന്ന കാറ്റുകൾ അടങ്ങട്ടെ. തലമുറയുടെ നന്മകൾ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ സഭയിലിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളുടെ മേലും ദൈവികമായ അത്ഭുതം നടക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കപ്പാ. അങ്ങയുടെ കരം നീട്ടിയതിനാലും ഞങ്ങൾ അനുഭവിക്കുന്ന നിന്ദയ്ക്കകത്തുനിന്ന്, ഞങ്ങൾ അനുഭവിക്കുന്ന പരിഹാസത്തിനകത്ത് സ്വർഗം ഞങ്ങളെ പുറത്തു കൊണ്ടതിനാ ഞങ്ങളെ സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു എന്ന ഏക മധ്യസ്ഥന്റെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, വഴികളും വാതിലുകളും ഇവർക്കായി തുറന്നു കൊടുക്കണം. ഇവരുടെ ഭവനത്തിനകത്ത് വിടുതലുകൾ നടക്കണം. തലമുറയ്ക്കകത്ത് അത്ഭുതങ്ങൾ നടക്കണം. രോഗികളെ കർത്താവ് സൗഖ്യമാക്കണം. ഈ സഭയിലായിരിക്കുന്ന കുടുംബങ്ങൾക്കകത്ത് രോഗമുണ്ടെങ്കിൽ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ അഴിയണം. യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കണം. യേശുവിന്റെ നാമത്തിൽ കടഭാരത്തിൽ നിൽക്കുന്ന ഭവനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുതലായി മാറട്ടെ. ജോലിയില്ലാതെ നിൽക്കുന്നവർക്ക് തൊഴിലുകൾ ദൈവത്താൽ ഒരുക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അത് ജ്ഞാനത്തെ ദൈവം കൊടുക്കണം. വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി തക്കത്തുടയ ദൈവം കരുതണം. യേശുവിന്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭാവിയെ അറിയുന്നവർ, ഞങ്ങളെ കരുതുന്ന കർത്താവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തപ്പോ. കർത്താവേ, അങ്ങ് ചെയ്ത കൃപയ്ക്കായി,
അങ്ങ് നടത്തിയ വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഹന്ന പ്രാർത്ഥിച്ച് മടങ്ങിയപ്പോൾ അവൻ സ്വർഗം അത്ഭുതം ചെയ്തതുപോലെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചയക്കുമ്പോൾ ഈ ജനം അത്ഭുതമായി മാറട്ടെ. കർത്താവെ, 17 ദിവസം കൊണ്ട് ഈ 17-ാം തീയതിയോടുകൂടി ഒരു വലിയ വിടുതലിലേക്ക്, ഒരു വലിയ അത്ഭുതത്തിലേക്ക് ദൈവം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. കർത്താവ് കരുണയിലും കൃപയിലും പൊതിയണം, അത്ഭുതവാതിലുകൾ തുറക്കണം. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.